എന്താണ് ഒരു ക്ഷീണം എന്താന്ന് പറയാ? ഒന്നും പറയാനില്ലടേ. അല്ല, നിങ്ങൾക്കൊരു എനർജി ഇല്ല എന്നത്തെ പോലെ. എനിക്ക് എന്തൊരു പാരമ്പര്യ രോഗം ഉണ്ടെന്ന്. പാരമ്പര്യ രോഗം? എന്തോ വല്ല കൂടിയ അസുഖമല്ലോ തന്നെ. അറിഞ്ഞപ്പോ ഉള്ള ഉറക്കവും പോയി, എല്ലാം പോയടേ. പിന്നെ ഉറക്കവും ശരിയായില്ല. ചികിത്സിച്ചാ മാറുന്ന രോഗമല്ലേ? ചികിത്സ ചികിത്സയൊന്നുമില്ലടാ. അണ്ണ എവിടെയെങ്കിലും കാണുമോ ചികിത്സ? അണ്ണ എന്തോ അസുഖം എന്ന് പറഞ്ഞ ബോസേ. ഓ ബോസേ. ഓ ഞാൻ വരാം. അണ്ണ എവിടെ പോണം? ഞാൻ വരാം ബോസേ. ഓ അണ്ണ രോഗം എന്താണെന്ന് പറഞ്ഞിട്ട് പോണ. അണ്ണ എന്തോന്നാ അസുഖം? അണ്ണ അണ്ണ അസുഖം സുഖോ? അതെ, ടോമണന് സുഖം തന്നെയെന്ന് ചോദിച്ചേ. ഞാൻ കേട്ടോ അസുഖം. അതൊന്നുമില്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. വെറുതെ നീ അഭിനയിക്കണ്ട. നിനക്ക് കള്ളം പറഞ്ഞു പിടിച്ചിരിക്കാൻ അറിയത്തില്ല ആശിക്കാൻ, അതുകൊണ്ട് നീ കാര്യം പറഞ്ഞു. എടി ടോമണ്ണ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. പക്ഷെ അത് നിന്റെ അടുത്ത് പറയണമെന്ന് വേണ്ട. നിന്റെ അടുത്ത് പറഞ്ഞാൽ ഇത് ഇവിടെ മൊത്തം പാട്ടാവും. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ആരോടും പറയരുതെന്ന് ടോമണ്ണൻ പറഞ്ഞില്ലല്ലോ, അപ്പൊ പറ. എടി അത് ജിൻസി, പിന്നെ അല്ലെങ്കിൽ നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളുക. നീ എന്തായാലും അത് പറഞ്ഞു നടക്കും. പിന്നെ അത് അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് നിനക്ക് പറഞ്ഞുതരാം. അതെന്ത് വർത്താനാണ് നീ പറഞ്ഞത്? എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ? കൊള്ളത്തില്ലേ? അങ്ങനല്ല, നിന്റെയൊക്കെ എന്തോരം രഹസ്യമാണ് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കണേ. എന്റെ എന്തോന്ന് രഹസ്യം? എത്ര രഹസ്യമുണ്ട്? ഫോർ എക്സാമ്പിൾ നിന്റെ ബ്രൗസ് ഹിസ്റ്ററി പറയട്ടെ ഞാൻ എല്ലായിടത്തും. ഞാൻ പറയാം. എന്നാ പറ. എടി ടോമണ്ണന് എന്തോ ഒരു വലിയ അസുഖം ഉണ്ടെന്ന്. എന്തോ മാറാ രോഗമാണെന്നാണ് പറയണത്. ചികിത്സയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനും അയ്യേ നീ ഇങ്ങനെ എടി കൊളവാക്കല്ലേടി. ഓഫീസ് മുഴുവൻ അറിയില്ല. ഇതാണ് ഞാൻ നിന്റെ ഒരു കാര്യം പറയാത്തത്. എടി നീ മിണ്ടായിരടി. അത് എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങേര് അമ്മ സാർ വിളിച്ചിരിക്കണം, പോയിട്ട് പത്ത് ചോദിച്ചു. നിനക്ക് അസുഖമല്ലോ വരും നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ. എടി അമൽ സാറിനൊന്നും അറിഞ്ഞൂടല്ല. നമുക്ക് അണ്ണ ഒന്ന് വരട്ടാ.